എല്ലാവർക്കും നമസ്കാരം. നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന നല്ല വ്യക്തികൾ പലരും നമ്മളെ വിട്ടുപോകുമ്പോൾ വളരെ വേദന ഉണ്ടാവാറുണ്ടല്ലേ. എന്നാൽ ഇങ്ങനെയുള്ള ആളുകൾ വിട്ടുപോകുന്നതിന് മുമ്പായിട്ട് ചില സൂചനകൾ കാണിക്കും. ആ സൂചനകളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കവരെ തടയാനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ചേർത്ത് നിർത്താനോ സാധിക്കും. അത്തരത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു 7 കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു 7 സൈനുകൾ നമ്മുടെ നല്ല ആളുകൾ പോകാനിടയാക്കുന്നതിനെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു സുപ്രഭാതത്തിൽ എടുത്ത തീരുമാനത്തിലായിരിക്കില്ല ഭൂരിഭാഗം ആളുകളും ഒരു സ്ഥാപനത്തെയോ അല്ലെങ്കിൽ ഒരു മാനേജരെയോ അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റിനെയോ ഒക്കെ ക്വിറ്റ് ചെയ്ത് പോകുന്നത്. അത് ക്രമേണ ഉണ്ടാകുന്ന ചില പ്രവണതകളാണ്. അതിനെ ഒന്ന് കണ്ടറിയാൻ വേണ്ടിയാണ് ഇത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ പെർഫോമൻസ് ഡ്രോപ്പ് ആകുമ്പോൾ, അതായത് മുൻകാലഘട്ടങ്ങളിൽ അവരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന ആ ഒരു പ്രവർത്തന ശൈലി അല്ലെങ്കിൽ അതിൻ്റെ അകത്തുണ്ടാകുന്ന പോരായ്മകൾ, ഞാനിത് ഓരോന്നും പറയുമ്പോൾ തന്നെ അതിനെ എങ്ങനെ കവറപ്പ് ചെയ്യാം എന്നുള്ളതും കൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ക്വാളിറ്റി ഓഫ് വർക്ക് സ്ലിപ്പാകുമ്പോൾ അവരുടെ പ്രവർത്തനത്തിനെ പറ്റി ഒരു ഫീഡ്ബാക്കോ അല്ലെങ്കിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണമെന്നോ ഒന്നും ചോദിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ അത് കംഫർട്ടബിളായിട്ടല്ല പോകുന്നത്, സാറ്റിസ്ഫൈഡ് ആയിട്ട് അല്ല പോകുന്നത് എന്നുള്ളതിൻ്റെ സൂചനയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് അവരിലുണ്ടായിരിക്കുന്ന മാറ്റം എന്നുള്ളത് വെറുതെ അസ്യൂം ചെയ്യുക എന്നുള്ളതല്ല, അവരോട് തന്നെ ഒന്ന് ചോദിക്കുക. നമ്മളൊരു ജഡ്ജ്മെൻറ്റിന് പകരം ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുക. അതായത് നമ്മൾ അവനെ ഏതാണ്ട് മടുത്ത മട്ടാണ് അല്ലെങ്കിൽ പെർഫോമൻസ് ഇല്ല എന്ന് അസ്യൂം ചെയ്തിരിക്കുന്നതിനപ്പുറത്ത് എന്ത് പറ്റി, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് ചോദിക്കാനുള്ള ഒരു മനോഭാവം നമ്മളിലുണ്ടാവുക. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ ലക്ഷണം, ദേ ഡിസെൻഗേജ് ഫ്രം മീറ്റിങ്സ്. ഇപ്പോൾ മീറ്റിങ്ങുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഐഡിയയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ ആ ക്യാമറ വരെ ഓഫ് ചെയ്ത് വെച്ച് എന്താണെന്നൊരു ധാരണയില്ലാതിരിക്കുന്നു, അല്ലെങ്കിൽ ആകെ ഒരു ഡിസ്ട്രാക്റ്റഡ് ആവണു, ഇരിക്കുമ്പോൾ അതിലൊന്നും ഒരു ശ്രദ്ധയില്ലാത്ത അവസ്ഥ വരുന്നു. അപ്പോൾ നമ്മളവിടെ ചെയ്യേണ്ട ഒരു കാര്യം, മീറ്റിങ്ങിൽ തന്നെ ഡയറക്റ്റ്ലി ഇൻപുട്സ് ചോദിക്കുക. എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളൊരു ടോപ്പിക്ക് പറഞ്ഞ് അവരെ എന്തെങ്കിലും ഒന്ന് ചർച്ച ചെയ്യാനായിട്ടൊന്ന് ഗൈഡ് ചെയ്യുക, ലീഡ് ചെയ്യുക, അവരെ ഒന്ന് ആക്റ്റീവാക്കി കൊണ്ടുവരിക. മൂന്നാമത്തെ കാര്യം, ദേ സ്റ്റോപ്പ് വോളണ്ടിയറിങ് ഫോർ ന്യൂ പ്രൊജക്ട്സ്. കമ്പനിയിലോ സ്ഥാപനത്തിലോ പുതിയതായിട്ട് എന്തെങ്കിലും പരിപാടി ഏൽപ്പിക്കുമ്പോൾ അതിലേക്കൊന്നും ഒരു പങ്കാളിത്തം ഇല്ലാത്ത അവസ്ഥ വരിക, എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഒന്നും എടുക്കാതെ എപ്പോഴും ഞാൻ ഭയങ്കര ബിസിയാണ്, ഓൺലൈനിൽ തന്നെ ഭയങ്കര തിരക്കാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന പ്രവണത, ഇതൊരു സൂചനയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ അവരുടെ കരിയറിലും ഗ്രോത്ത് ഉണ്ടാകാൻ പറ്റുന്ന നല്ല തരത്തിലുള്ള പ്രൊജക്റ്റുകൾ, അതൊരു എക്സ്ട്രാ വർക്ക് എന്നുള്ള രീതിയിലല്ല, അവർക്ക് കുറച്ചും കൂടെ ചലഞ്ചിങ് ആയിട്ടും നന്നായി വർക്ക് ചെയ്ത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് അവരെ ഒന്ന് എൻഗേജ് ചെയ്ത് കൊണ്ടുവരിക. ചിലർക്ക് എന്താണെന്ന് വെച്ചാൽ ഒരേ കാര്യം തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന മടുപ്പുണ്ട്, അത് ഒഴിവാക്കാനോ സഹായിക്കും. നാലാമത്തെ കാര്യം, ദേ ആർ വിസിബിളി സ്ട്രെസ്ഡ്. എപ്പോഴും ഒരു സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നതായിട്ട് ഭയങ്കരമായിട്ട് മടുപ്പുണ്ടാകുന്ന രീതിയോ ആകെ ഒരു ഇറിറ്റേഷൻ, ഇങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് അധികം കാലം തുടർന്നു പോവില്ല. അപ്പോൾ അവരെ സ്വാഭാവികമായിട്ട് എന്ത് വേണം, എന്താണ് അവരുടെ ചലഞ്ചസ്, അല്ലെങ്കിൽ അവരെന്താണ് പ്രതീക്ഷിക്കുന്നത്, എന്ത് തരം സപ്പോർട്ട് അവർക്ക് വേണം, ഇത്തരം കാര്യങ്ങൾ ഓപ്പണായിട്ട് ചർച്ച ചെയ്യാനുള്ള വേദി ഉണ്ടാക്കുക. അഞ്ചാമത്തെ കാര്യം, ദേ വിഡ്രോ സോഷ്യലി. അതായത് ടീമൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ പറയുവാണ്, എന്നെക്കൊണ്ട് പറ്റൂല അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കിയേക്ക് എന്ന് പറയുന്ന വാക്കുകൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ അത് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സേഫ് ആണെന്നുള്ള ഉറപ്പ് വരുത്തുക. ഇൻഫോർമലായിട്ട് അവരുടെ ഒരു ചെക്കിൻ, അവർ എല്ലാ ദിവസവും വരുമ്പോൾ ഒന്ന് എനർജറ്റിക് ആക്കാൻ അവരൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരു വെറുതെ ഇരുന്ന് അവരുടെ എന്തെങ്കിലും കൂടുതൽ കുറ്റപ്പെടുത്തുന്ന അവസ്ഥ വരാതെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടി പേഴ്സണലി തന്നെ സംസാരിച്ചാൽ നന്നായിരിക്കും. ആറാമത്തെ കാര്യം, ദേ ടേക്ക് മോർ പേഴ്സണൽ ടൈം ഓർ സിക്ക് ഡേയ്സ്. കൂടുതൽ ആബ്സെൻറ്റീസം കണ്ടു തുടങ്ങുന്നു, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോയി പിന്നെ വരാത്തൊരവസ്ഥ വരുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു ലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൂടുതൽ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്ന അവസ്ഥയൊക്കെ വന്നു തുടങ്ങിയാൽ അവിടെയും പ്രശ്നമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ പ്രൊആക്റ്റീവായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ അവരുടെ വരുമാനം വർദ്ധിക്കാനായിട്ട്. ചിലർക്ക് വരുമാനമായിരിക്കും പ്രശ്നം, എന്താണോ പ്രോബ്ലമായിട്ട് നിൽക്കുന്ന കാര്യം അത് ഡിസ്കസ് ചെയ്ത് അതിന് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ഫൈനലി, ദേ സ്റ്റോപ്പ് പുഷിങ് ബാക്ക്. അതായത് ഒരു പുറകോട്ട് ഉൾവലിയുന്ന പ്രവണത എന്ത് കാര്യത്തിലും, ഒരു പുതിയ ഐഡിയാസോ കോൺസെപ്റ്റുകളൊന്നുമില്ല, എന്ത് കാര്യം പറഞ്ഞാലും ഒരു നമ്മൾ സാധാരണ പറയുമല്ലോ ഒരു സാമട്ടിലുള്ള പരിപാടി, അതുപോലെ ഇരിക്കുന്ന ഒരവസ്ഥ വന്നാൽ ആ ഒരു സൈലൻസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അധികം വൈകാതെ തന്നെ സ്ഥാപനത്തിൽ നിന്ന് എക്സിറ്റ് ആവാനുള്ള ചാൻസുകളാണ്. അപ്പം അങ്ങനെ സൈലൻസിലേക്ക് പോകുന്ന ആളുകളാണെങ്കിൽ അവരുമായിട്ട് പ്രൈവറ്റ്ലി തന്നെ സംസാരിക്കുക. ഗ്രൂപ്പ് മീറ്റിങ്ങിൽ പലപ്പോഴും അവർക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടുകളുണ്ടാവും. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവരുടെ ഡ്രീമോ ഗോളോ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മുടെ സ്ഥാപനമോ നമ്മുടെ ജോലിയോ എത്രത്തോളം ഉപകരിക്കുമെന്നുള്ളത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സൈനുകളൊക്കെ കണ്ടു തുടങ്ങിയാൽ വെയിറ്റ് ചെയ്യാതിരിക്കുക. കാരണം പലപ്പോഴും നമ്മുടെ ബെസ്റ്റ് പീപ്പിൾ ആയിട്ടുള്ള ആളുകൾ സ്ഥാപനത്തിൽ നിന്ന് പോകുമ്പോൾ സ്ഥാപനത്തിൻ്റെ ഒരു കണ്ടിന്യൂറ്റി പ്ലാനിനെ തീർച്ചയായിട്ടും ബാധിക്കും. അപ്പോൾ ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച്
നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ടീമിലുള്ള ആളുകൾക്ക് ഫീൽ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു മികച്ച ലീഡറാണ്, ഒരു എമ്പതിയോടുകൂടി ഒരു സ്നേഹത്തോടുകൂടി എന്നെ കാണുന്ന ഒരാളാണെന്നുള്ള ആ ഒരു സൂചനയും ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. താങ്ക് യു.